സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2023 മാർച്ച് 20 തിങ്കളാഴ്ച, ഒരാഴ്ചയുടെ തുടക്കമാണ്. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 17,100 നിന്നും 33 പോയിന്റ് നഷ്ടത്തിൽ അല്ലെങ്കിൽ ഗ്യാപ് ഡൗണിൽ 17,066 ഇന്ന് ഓപ്പൺ ആയത്. ഡേ ഹൈ 17,066 തന്നെയാണ്. ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ എന്ന സ്ട്രാറ്റജി ഇവിടെ നല്ല പോലെ വർക്കൗട്ട് ആവുന്ന ഒരു ദിവസമായിരുന്നു. എന്തായാലും ഡേ ലോ വന്നിരിക്കുന്നത് 16,828 അങ്ങനെ ഇന്ന് ഓപ്പൺ ആയ 17,066 നിന്നും 78 പോയിന്റ് നഷ്ടത്തിൽ 16,988 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 39,598 ഇന്നലെ അവസാനിച്ച സ്ഥലത്ത് നിന്നും 86 പോയിന്റ് ഗ്യാപ് ഡൗണോടുകൂടി 39,512 ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. ഡേ ഹൈ 39,512 തന്നെ, അതായത് ഡേ ഹൈ ഈസിക്കൽ ടു ഡേ ഓപ്പൺ ഈസിക്കൽ ടു ഡേ ഹൈ ആണ്. നല്ല സ്ട്രാറ്റജിയാണ്. അതേപോലെ ഡേ ലോ വന്നിരിക്കുന്നത് 38,941 അങ്ങനെ 570 പോയിന്റിന് ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്, അതായത് 1.44%. അതേപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 238 പോയിന്റ് 1.4% ഇൻട്രാഡേ മൂവ്മെൻറ്റ് കിട്ടി. ഇതിനകത്ത് 1.4% തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും. എന്തായാലും ഇന്ന് ഓപ്പൺ ആയ 39,512 നിന്ന് 150 പോയിന്റ് നഷ്ടത്തിൽ 39,361 ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചത്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 17,671 നിന്നും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ 6 പോയിന്റ് നഷ്ടത്തിൽ 6 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 17,665 മാർക്കറ്റ് ഓപ്പൺ ആയി. ഡേ ഹൈ വന്നിരിക്കുന്നത് 17,665 തന്നെയാണ്. ഡേ ലോ വന്നിരിക്കുന്നത് 17,379 അതുവഴി 285 പോയിന്റിൻ്റെ അഥവാ 1.62% ഇൻട്രാഡേ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി. ഇന്ന് ഓപ്പൺ ആയ 17,665 നിന്ന് 116 പോയിന്റ് നഷ്ടത്തിൽ 17,549 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചു. ഇനി ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓപ്പൺ ആയത് 14.77 ഡേ ഹൈ വന്നിരിക്കുന്നത് 17.22 ഡേ ലോ വന്നിരിക്കുന്നത് 14.52 എന്തായാലും 8.4% വോളാറ്റിലി വർദ്ധിച്ചുകൊണ്ട് 16.01 ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചു. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 4 സ്റ്റോക്കുകൾ അപ്പായിട്ടുണ്ട്. മുത്തൂറ്റ് ഫിനാൻസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, BPSL, ആസ്റ്റർ DM ഇത്രയും സ്റ്റോക്കുകൾ അപ്പാണ്. 2% കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വിപ്രോ, ടാറ്റ സ്റ്റീൽ, ശ്രീറാം ഫിനാൻസ്, PFC, ഹിൻഡാൽകോ, കോൾ ഇന്ത്യ, ചോല ഫിനാൻസ്, ബന്ധൻ ബാങ്ക്, ബജാജ് ഫിനാൻസ് സർവീസസ്, AU ബാങ്ക്, അദാനി എന്റർപ്രൈസ് ഇതെല്ലാം തന്നെ 2% കൂടുതൽ നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 4,748 കോടിയുടെ ബൈങ്ങും 7,294 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,546 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 9,105 കോടിയുടെ ബൈങ്ങും 6,229 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,876 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും മാർക്കറ്റിൽ 330 കോടിയുടെ നെറ്റ് ബൈങ് ആണ് ഇതിൻ്റെ ഒരു ഫലമായിട്ട് സൃഷ്ടിക്കപ്പെട്ടത്. എന്തായാലും 330 കോടി രൂപ മാർക്കറ്റിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. അത് അവസാന സെഗ്മെന്റിൽ ഒരു 2.25 ശേഷം മാർക്കറ്റിൽ ഇത് പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം മാർക്കറ്റ് അവിടെ തൊട്ട് 2.25 ശേഷമാണ് അപ്പായി തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 8,139 രൂപയുടെ പ്രോഫിറ്റാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 8.13% ഒരു പ്രോഫിറ്റായിരുന്നു. മോർണിംഗിലൊക്കെ കുറച്ച് അവതാളത്തിലായിരുന്നു കാര്യങ്ങൾ പോയത്, പിന്നീട് ട്രാക്കിലേക്ക് വരികയായിരുന്നു. എന്തായാലും 8% പ്രോഫിറ്റ് എന്നുള്ളത് ഞങ്ങളുടെ ടാർഗറ്റ് 5%. അതിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് മിക്ക ദിവസങ്ങളിൽ. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും പോകുന്നത്. ഒട്ടുമിക്ക ആൾക്കാർ ഇന്ന് ഗ്രൂപ്പിൽ പ്രോഫിറ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബ്രേക്ക് ഡൗൺ ലെവലിൽ ഓപ്പൺ ആയി. അവിടെ നേരെ ഒരു താഴോട്ടുള്ള മൂവ്മെൻ്റ് ആണ്. S1 S2 കട്ട് ചെയ്തിട്ട് S2 വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് S1ലേക്ക് തിരിച്ച് കയറിപ്പോയി. അത്ര തന്നെ ഉള്ളൂ. ഒരു ചെറുതായിട്ടൊരു താഴോട്ട് വന്നു, തിരിച്ച് കയറി. അതുപോലെ റിക്കവറി കംപ്ലീറ്റ്ലി നടന്നിട്ടില്ല. ഇവിടെ ഒരു ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം നമ്മളുടെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ ചാർട്ട് എടുത്തിട്ട് പറയാം. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഈ ചാർട്ടിൽ എന്താ പറയുക, ബോട്ടം ലെവലിൽ 16,840 എന്ന ഒരു ലെവൽ വന്ന് ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് റിക്കവറി ആകും. അതായത് ഈ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്കവറി ആകുന്നതാണ് നിങ്ങളിവിടെ കണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ റാസ് ലെവൽസിൻ്റെ S2 എന്ന് പറയുന്നത് 16,862 എന്നാൽ അതിൻ്റെ താഴെയായിട്ട് 840 നമ്മുടെ സപ്പോർട്ട് കിടക്കുന്നത്. 840 അപ്പോൾ 840
ഇവിടെയാണ് നമ്മുടെ ഈ മാർച്ച് മാസത്തേക്കുള്ള ലോവർ ലെവൽ സപ്പോർട്ട് ഇടുന്നത്. അപ്പോൾ വൺസ് അത് ടച്ച് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്കവറി ആയി മാർക്കറ്റ് പിന്നെ മുകളിലോട്ട്. അപ്പോൾ ഇവിടം തൊട്ടാണ് റിക്കവറി വന്നത്. നമ്മുടെ ലോവർ ലെവൽ സപ്പോർട്ട് എടുത്തിട്ട് അവിടുന്ന് ഇന്ന് മുഴുവനാക്കാൻ സമയം കിട്ടിയില്ല. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് നാളെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എന്താണ് സംഭവിച്ചത്, ഇന്ന് ഓപ്പണായി അവിടെ നേരെ താഴോട്ട് വന്നു, ഈ മാസത്തെ ലോവർ ലെവൽ സപ്പോർട്ട് ടച്ച് ചെയ്തു, അവിടെ തിരിച്ചതുപോലെ കയറിപ്പോയി. ഇതാണ് നിഫ്റ്റിയിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും സെയിം പാറ്റേൺ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരല്പം വ്യത്യാസമുണ്ട്. ഇന്ന് ഓപ്പൺ ആയത് ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ മുകളിലാണ്. നോ ട്രേഡ് സോൺ കട്ട് ചെയ്തിട്ട് താഴോട്ട് വന്നു. ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ലോയും കട്ട് ചെയ്ത് S1 പോയി S2 വന്നു. S2 ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തിരിച്ച് ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് വരെയും പോയിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും S2 വന്നു, തിരിച്ച് ബ്രേക്ക് ഡൗൺ ലെവലിലേക്ക് പോയി. ഇവിടെ രണ്ട് ട്രേഡുകൾ കിട്ടിയിരുന്നു. 2 ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നു. ഒരു ടാർഗറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല 196 പോയിന്റിൻ്റെ ഗ്യാപ്പാണ് ഒരു ടാർഗറ്റിലുള്ളത്. 2 ടാർഗറ്റ് വന്നാൽ 350-400 പോയിന്റിൻ്റെ അടുത്തുള്ള മൂവ്മെൻ്റ് ആണ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് പോകുന്നത് രണ്ടും മുഴുവനായിട്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇനി നിഫ്റ്റി നോക്കുകയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്നാലും ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ മുകളിലാണ് ഓപ്പൺ ആയത്. തിരിച്ച് നേരെ ബ്രേക്ക് ഡൗൺ ലെവൽ കട്ട് ചെയ്തിട്ട് നേരെ S1 വന്ന് സപ്പോർട്ട് എടുത്തു, തിരിച്ച് ബ്രേക്ക് ഡൗൺ ലെവലിലേക്ക് പോയി. വീണ്ടും S1 വന്ന് സപ്പോർട്ട് അവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് കയറിപ്പോയി. എത്ര തന്നെ ഉള്ളൂ, വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നാളെ എന്താവും നോക്കാം. അപ്പോൾ ഇപ്പോൾ 3 ക്യാൻഡിൽസ് ശരിക്കും ഒരു ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിൻ്റെ സിഗ്നലാണ് തരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ മറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെയൊക്കെ നമ്മൾ അപഗ്രഥിച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും ഫർദർ ഫോളിനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട്. ഇവിടെ പക്ഷേ 16,840 കട്ട് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ, അതായത് ഈ രീതിയിൽ ഈ ലൈൻ ടച്ച് ചെയ്യാത്ത രീതിയിൽ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ വന്നാൽ മാത്രമേ നമുക്കിത് താഴോട്ട് പോകുമെന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഓവറോൾ എല്ലാ ഇൻഡിക്കേറ്റേഴ്സും ഒരു ഡൗൺഫോൾ കാണിക്കുന്നുണ്ട്. ബട്ട് ഇവിടെ ഇനി അതല്ലെങ്കിൽ ഈ നമ്മുടെ 17,117 മുകളിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ക്യാൻഡിൽ എവിടെയും ടച്ച് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റിക്കവർ ആകുന്നുണ്ട് എന്ന് പറയാം. അതുവരെയും ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള ഈ ഒരു കളിയായിരിക്കും മാർക്കറ്റ് കളിക്കുക. അതായത് മുകളിലോട്ട് ചെറിയ കുഞ്ഞൻ ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് മുകളിലും താഴെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ സമയത്തേക്ക് ഇവിടെ ബാങ്ക് നിഫ്റ്റിയിലോ നിഫ്റ്റിയിലോ ഏതെങ്കിലും ടാർഗറ്റോ അല്ലെങ്കിൽ സപ്പോർട്ടോ എടുക്കാനുണ്ടെങ്കിൽ അത് ആ ഭാഗത്തോട്ട് അത് മൂവ് ചെയ്യുകയും ചെയ്യും. ഫൈനലി ഒരു ദിവസം നല്ലൊരു ന്യൂസ് വരുന്നതോടുകൂടി മാർക്കറ്റ് തിരിച്ച് കയറി വരും. എന്തായാലും മാർക്കറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴോട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് മാർക്കറ്റ് ഒന്ന് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ടായിട്ട് അങ്ങനെ പോവും. അതും അല്ലെങ്കിൽ നമുക്ക് ഒരു ഡൗൺഫോൾ വരും. പക്ഷേ ഡൗൺഫോൾ എന്നേക്കുമായിട്ട് താഴോട്ട് തന്നെ പോവില്ല. മാർക്കറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നതുമായിട്ട് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉള്ള ഈ ഒരു സമയവും കടന്നു പോകും. ഒരു നല്ല സമയം തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം കട്ട് ചെയ്യുന്നവരെ കാത്തിരിക്കാം. നാളെയും എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ല ഇത് ഈ ഒരു റേഞ്ച് കട്ട് ചെയ്ത് പോകുന്നുള്ളത്. മിക്കവാറും പോയാലും ഒരു വിക്കൊക്കെ ഇതേപോലെ മുകളിലോട്ട് പോയിട്ട് ക്യാൻഡിൽ താഴെ തന്നെ നിൽക്കും എന്നുള്ള ഒരു തോന്നലാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. സോ അത് നോക്കാം നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്. എന്തായാലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എങ്ങോട്ടായാലും മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ മതി, എന്നാൽ നമുക്കത് കാശാക്കി മാറ്റാൻ പറ്റും എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ആർക്കും തന്നെ മാർക്കറ്റ് മൂവ്മെൻറ്റ് മീൻസ് മാർക്കറ്റ് ഒരു ട്രെൻഡിങ് മാർക്കറ്റ് അല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് പരാതിയില്ല. മാർക്കറ്റ് ഒരു ചെറിയ രീതിയിൽ വോളാറ്റൈൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടായാൽ മതി. ഇൻട്രാഡേ മൂവ്മെൻറ്റ്സ് ഉണ്ടായാൽ അത് കാശാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും. സോ ഹാപ്പി ആയിട്ടിരിക്കുക. മാർക്കറ്റ് അതിൻ്റെ ഒരു ട്രെൻഡ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്നുള്ളത് മാർക്കറ്റ് ട്രെൻഡ് തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ഡയറക്ഷൻ തീരുമാനിക്കട്ടെ. എന്നിട്ട് നമുക്ക് സ്റ്റോക്കുകളിലും മറ്റൊക്കെ കാശ് ഇൻവെസ്റ്റ് ചെയ്യാം. അതുവരെയും ഒന്ന് ഹോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആവറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഇപ്പോൾ ആവറേജ് ചെയ്യാം. കാരണം ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലുള്ളത് ഇവിടെ തിരിച്ച് റിക്കവർ ആവുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പ്രോഫിറ്റ് ആക്കാൻ പറ്റും. ഇനി ഫുള്ളായിട്ട് ഇപ്പോൾ ആവറേജ് ചെയ്യരുത്. ഫർദർ ഫോളോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്യാൻ കുറച്ച് പൈസ അവിടെ ഉണ്ടാവണം. സോ അതൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇതേപോലെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറുന്ന ഒരു കൺഫർമേഷൻ, ഒരു നല്ല പവർഫുൾ ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ മാത്രമേ ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. അതുവരെയും ഇത് നമുക്ക് നഷ്ടം മാത്രം തരുന്ന ഒരു മാർക്കറ്റായി കണ്ടുകൊണ്ട് കൂടെ നിൽക്കുക. എന്നിട്ട് മാർക്കറ്റ് റിക്കവറി കൺഫേം ആയാൽ ആ സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ അദാനി സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അദാനി സ്റ്റോക്കുകളിൽ ഇപ്പം അദാനി ടോട്ടൽ ഗ്യാസ് 4,000 രൂപയിൽ നിന്ന് 650 രൂപയിലേക്ക് വന്നു. അത് വീണ്ടും 1,000 രൂപ വരെ കയറിയതാണ്. പക്ഷെ തിരിച്ച് വീണ്ടും ലോവർ സർക്യൂട്ട് അടിച്ച് ഇറങ്ങുന്നുണ്ട്.
സോ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പോരുത്. അദാനി സ്റ്റോക്ക് റിക്കവറി കണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരു 50-60% പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഇന്ന് അത് 5% ലോവർ സർക്യൂട്ടാണ്. സോ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ സർക്യൂട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിറ്റ് മാറാൻ പറ്റില്ല, അതാണ് കുഴപ്പം. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.